ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ 2-ാം തീയതി അലോട്ട്മെൻറ്റ് വരുമെന്നും ജൂൺ 3 മുതൽ 5 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാമെന്നുമുള്ള വാർത്ത നേരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ജൂൺ 2-ാം തീയതി ഇപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3, 4, 5 എന്നീ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പോയി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി അപ്ലൈ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ വെറുതെ ഇരിക്കുക. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, കഷ്ടപ്പെട്ടവരും കഷ്ടപ്പെടാത്തൊക്കെ ഉണ്ട്. അതൊക്കെ പോയിക്കോട്ടെ. നിങ്ങൾക്കൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ 49ാമത്തെ സ്കൂളിലാണെങ്കിലും നിങ്ങൾ 3, 4, 5 എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെന്ന് അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാത്ത ഏതൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ്. ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 5ാമത്തെ സ്കൂളിലാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ പോവുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവരോട് പറയാം, ഞാൻ താൽക്കാലികമായി ചേരുന്നു, ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? 5ന് മുകളിലുള്ള ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള 4, 3, 2, 1 എന്നീ സ്കൂളുകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. എന്താണ് താൽക്കാലിക അഡ്മിഷൻ? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അവിടെ കൊടുക്കുക, എന്നാൽ ഒറ്റ പൈസ കൊടുക്കരുത്. ഇതാണ് എന്ത്? താൽക്കാലിക അഡ്മിഷൻ. നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റായി. ഓക്കെ, സോ പൈസ കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അഡ്മിഷൻ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിൻ്റെ, അതൊന്ന് പ്രിൻ്റ് എടുത്തേക്കുക. ഓക്കെ, അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. ബാക്കി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് കൊടുക്കേണ്ടത്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഫോട്ടോ കോപ്പി അല്ല കൊടുക്കേണ്ടത്. ക്ലബ്ബ് സർട്ടിഫിക്കറ്റിൻ്റെയും SSLCൻ്റെയും TCൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വന്ന റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്കൊരു റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ, അത് കാണിച്ചാലും മതി കേട്ടോ. തൽക്കാലം അത് മതി. പക്ഷേ എങ്കിലും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ടോ ക്രോമിൽ ചെന്നിട്ടോ HSCAP എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് കയറുക. HSCAP HSCAP എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഫസ്റ്റ് ഒരു ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും അതേ പേജ് തന്നെ വരും. സോ 2 തവണ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്താലേ ആ ഒരു പേജ് ഓപ്പൺ ആയി വരുള്ളൂ. അത്രയ്ക്കും അടിപൊളി സൈറ്റാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ HSCAP സൈറ്റ്. ഓക്കെ, സോ അതിൽ കയറുക. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടാകും? ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത്? ഫസ്റ്റ് അലോട്ട് റിസൾട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് ഗ്രീൻ കളറിലോ യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള ചുവന്ന നിറത്തിലോ ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ അലോട്ട്മെൻറ്റിന്, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിന് നിങ്ങൾ കൊടുത്ത ആ ഒരു ഫോം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടാകാം, കിട്ടാതെയും ഇരിക്കാം. കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുക, കിട്ടിയവരെന്ത് ചെയ്യുക? ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുക. 3, 4, 5 തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.